ചില ടീമുകളൊക്കെ എങ്ങനെയാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് അല്ലേ? അതിന് പിന്നിലുള്ള ഒരു രഹസ്യമാണ് സിനർജി. അതിനെക്കുറിച്ചുള്ള ഒരു ലഘുവിവരണമാണിത്. അപ്പോ എന്താണ് ഈ സിനർജി? ലളിതമായി പറഞ്ഞാൽ, ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് ചെയ്യുന്നതിന്റെ ആകത്തുകയേക്കാൾ വലിയൊരു ഫലം കിട്ടുന്നതിനെയാണ് സിനർജി എന്ന് പറയുന്നത്. ഇതൊരു വെറും കണക്കല്ല. 1+1=3 എന്ന് പറയുന്ന പോലൊരു മാജിക്കാണ്. അപ്പോ ഒന്നാമത്തെ കാര്യം, ഇത് വെറും ഒരു കൂട്ടിച്ചേർക്കലല്ല, മറിച്ച് പുതിയൊന്ന് ഉണ്ടാകുന്നതാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോൾ വെള്ളമുണ്ടാകുന്നില്ലേ? അതുപോലെ പല ഭാഗങ്ങൾ ഒന്നിക്കുമ്പോൾ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റാത്തൊരു പുതിയ ശക്തി രൂപപ്പെടും. രണ്ടാമതായിട്ട്, ഈ സിനർജിയുടെ ഇന്ധനമെന്ന് പറയുന്നത് വൈവിധ്യമാണ്. ഒരു നല്ല ഡിസൈനർ, ഒരു കിടിലൻ പ്രോഗ്രാമർ, പിന്നെ ഒരു മാർക്കറ്റിംഗ് എക്സ്പേർട്ട്, ഇവരൊക്കെയുള്ളൊരു ടീമിനെ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അവർ ഓരോരുത്തരും ഒറ്റയ്ക്കുണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ മികച്ചൊരു പ്രോഡക്റ്റ് അവർക്കൊരുമിച്ചുണ്ടാക്കാൻ പറ്റും, അല്ലേ? അതാണ് കാര്യം. വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഒന്നിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അവസാനമായി, ഇതൊരൊന്നാം തരം ബിസിനസ് തന്ത്രം കൂടിയാണ്. വിജയിച്ച കമ്പനി ലയനങ്ങളിലും വലിയ വലിയ പ്രോജക്റ്റ് ടീമുകളിലുമൊക്കെ നമ്മൾ കാണുന്നത് ഇതുതന്നെയാണ്. കഴിവുകളെയും വിഭവങ്ങളെയും ശരിയായ രീതിയിൽ ഒരുമിപ്പിക്കുന്നത് ബിസിനസ്സിൽ വലിയൊരു മുൻതൂക്കം നൽകും. ചുരുക്കത്തിൽ, ഓരോരുത്തരുടെയും കഴിവിനെ ഒരുമിപ്പിച്ച് അസാധാരണമായ റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു കലയാണ് ഈ സിനർജി.